എനിക്ക് വളരെ നന്ദിയുണ്ട് ആസിഫിൻ്റെ അടുത്ത്. എൻ്റെ ആ സിറ്റുവേഷൻ മനസ്സിലാക്കി പ്രതികരിച്ചതിൽ ഒരു കലാകാരൻ്റെ മനസ്സിലാക്കി ഞാനും ആസിഫിനെ മനസ്സിലാക്കുന്നു. ഒരുപാട് നന്ദിയുണ്ട് ആസിഫ് ഭായി, വളരെ നന്ദി. ഇത് സാറ് പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ഇത് സോഷ്യൽ മീഡിയയിലൂടെ പോയി. എന്താണ് സാറിന് ഇത് കണ്ടപ്പോൾ എന്താണ് പിന്നീട് വിഷ്വൽ കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? ഏത് വിഷ്വൽ? നിങ്ങളുടെ വിഷ്വൽ കണ്ടപ്പോൾ അതുപോലെ കമന്റ്സും വന്നപ്പം സാർ ഇന്നലെ അല്ല, ഞാനിത് കണ്ടപ്പോൾ വല്ല വിഷമം തോന്നി, അത്രയേ ഉള്ളൂ. എനിക്ക് വിഷമം തോന്നി, വല്ലാത്തൊരു സിറ്റുവേഷൻ, ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായതിൽ എനിക്ക് വലിയൊരു വിഷമം തോന്നി. ആസിഫോട് ഫോണിൽ സംസാരിച്ചിരുന്നു? രാവിലെ സംസാരിച്ചു. ആസിഫ് എന്നെ വിളിച്ചിരുന്നു രാവിലെ. ഞാനൊരു മെസ്സേജ് കൊടുത്തു ആസിഫിന്. അപ്പോൾ ഇന്ന് രാവിലെ ആസിഫ് എന്നെ വിളിച്ചു. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. അടുത്ത് തന്നെ മീറ്റ് ചെയ്യുന്നുണ്ട്, അടുത്ത് തന്നെ എറണാകുളത്ത് അല്ലെങ്കിൽ എവിടെയും വെച്ച് നമ്മൾ മീറ്റ് ചെയ്യും. ആസിഫ് പറഞ്ഞത് ഇപ്പം സാറും പറഞ്ഞ കാര്യമാണ്, സൈബറിലോ വലിയ രീതിയിൽ സാറിനവരെ അറ്റാക്ക് നടത്തുന്നു, ഒരു വിദ്വേഷ പ്രചാരണമായി മാറുന്നതെന്നാണ് ആസിഫ് ഇപ്പോൾ പറഞ്ഞത്. എൻ്റെ റിക്വസ്റ്റ് അത് തന്നെയാണ്. അങ്ങനെ ഒരു സൈബർ അറ്റാക്ക് ഒഴിവാക്കി തന്നാൽ വലിയ സന്തോഷം. അതെനിക്ക് പറയാനുള്ളത്. അത് തന്നെയാണ് ആസിഫും പറഞ്ഞത്, അത് തന്നെയാണ്. അല്ല, ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു പോയി മണ്ണെ. എനിക്ക് എൻ്റെ ആ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഞാൻ വിശദീകരിച്ചാണല്ലോ. ഞാൻ പറഞ്ഞ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്തു പോയി, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു അത് ആ സിറ്റുവേഷൻ ആസിഫ് വളരെ പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കി. അതിൽ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ആസിഫ് എന്ന് പറഞ്ഞിരുന്നു സാറിനെ സ്റ്റേജിലേക്ക് വിളിച്ചില്ല, അപ്പോൾ സാറിന് നല്ല വിഷമം ഉണ്ടായത്. ആസിഫും അത് അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടില്ല. എന്താണ് കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും അടുത്ത് തന്നെ ഞാൻ മിക്കവാറും എറണാകുളത്തേക്ക് പോകും. അപ്പോൾ നമ്മൾ ഒരുമിച്ചിരിക്കും, സംസാരിക്കും. സിനിമ സംഘടനകൾ എതിർപ്പ് ഇനി എൻ്റെ അടുത്ത് ആരും സംസാരിച്ചിട്ടില്ല. സംഘടനകൾ ആരും എൻ്റെ അടുത്ത് ഫോണിൽ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. അമ്മയുടെ സെക്രട്ടറിയായ സിദ്ദിഖിന് ആസിഫിനൊപ്പം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. എനിക്ക് എൻ്റെ അടുത്ത് ആരും സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഇഷ്ടംപോലെ പോസ്റ്റുകൾ വരുന്നുണ്ടല്ലോ. എൻ്റെ അടുത്ത് നേരിട്ടായിരുന്നു സംസാരിച്ചിട്ടില്ല. ഇത് മതപരമായി ഒരു ചർച്ച ചെയ്യപ്പെടുന്ന സാർ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? മതപരമായിട്ട് വരരുത്, അത്രയേ ഉള്ളൂ. എനിക്ക് റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. എനിക്ക് അതൊരിക്കലും ഒരു വർഗീയപരമായിട്ട് കലാശിക്കാൻ പാടില്ല. അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാവും, അത് അത്രയേ ഉള്ളൂ. കാര്യം നമ്മളൊന്നും മനുഷ്യർ മാത്രമാണ് എന്നും. ആ ഒരു രീതിയിൽ മാത്രമേ നമ്മൾ കാണാൻ പാടുള്ളൂ. ആ സ്നേഹബന്ധം അന്യോന്യം നിലനിന്ന് പോകുന്നത് ഏറ്റവും നല്ലത്. നമ്മളെപ്പോഴും മൈത്രിയല്ലേ വേണ്ടത്. അത് തന്നെയാണ് ഞാനും. ഞാൻ പഠിച്ച സംഗീതം മുതൽ നോക്കുമ്പോൾ ഗഗൻ നസീം ഖാൻ സാബ്, പിന്നെ എല്ലാവരും ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ എല്ലാവരും മുസ്ലിംസാണുള്ളത്. എല്ലാ ഉസ്താദുമാരാണുള്ളത്. അവരുടെ സംഗീതമാണ് ഞാനിപ്പോഴും ഉപാസിക്കുന്നത്. ആ സിറ്റുവേഷനിൽ വന്നുപോയ കാര്യമാണല്ലോ ഞാൻ പറഞ്ഞല്ലോ. എന്തായാലും അങ്ങനെ ഒരു വർഗീയതയ്ക്ക് ഒരിക്കലും നമ്മൾ തുനിയാനോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനോ നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കാൻ പാടില്ല. അത്ര എനിക്ക് പറയാം. ആണോ? അത് ആസിഫിൻ്റെ ആൾക്കാരുണ്ടാവുമല്ലോ, അവന് ഫാൻസില്ലേ ഒരുപാട്. ആ ഫാൻസിനൊക്കെ ബുദ്ധിമുട്ടി വിഷമുണ്ടായി കാണും. അതാണ് കാര്യം. തീർച്ചയായിട്ടും ഈസ് എ ബിഗ് ആക്ടർ അല്ല. അപ്പോൾ അവൻ്റെ ഫാൻസ് ഉണ്ടാവുമല്ലോ. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല.